സോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. കുറേ നാളുകൾക്ക് ശേഷമാണ് ഐ എം ഡൂയിങ് എ ലോങ് വ്ളോഗ് ഓൺ യൂട്യൂബ്. കാരണം നമ്മൾ മിനി വ്ളോഗുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറേ വീഡിയോസ് ഞാൻ ഇടുന്നുണ്ടായിരുന്നു ഓൺ എ ഡെയിലി ബേസിസ് ഓർ അല്ലെങ്കിൽ ഒരു വീക്ക്ലി 2 എണ്ണമൊക്കെ വെച്ച്. ബട്ട് ലോങ് വ്ളോഗ് ചെയ്യാനായിട്ട് നിങ്ങൾക്കറിയാം കുറേ ടൈം നമുക്ക് റിക്വയർ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് സമയം കൊണ്ട് തന്നെ കീപ് മൈ ഓഡിയൻസ് എൻഗേജ് ഞാൻ ചെറിയ ചെറിയ വീഡിയോസ് ആയിട്ട് ഇട്ടുകൊണ്ടിരുന്നിട്ടുണ്ടായിരുന്നു. സോ ഇറ്റ് ഹാസ് ബിൻ എ ലോങ് ടൈം സിൻസ് നമ്മളൊരു ലോങ് വീഡിയോ ഇട്ടിട്ട്. ഐ തിങ്ക് ഞാൻ ചെയ്ത ലാസ്റ്റ് ലോങ് വീഡിയോ വാസ് അവർ ഓണം വ്ളോഗ് 2025 ആയിരുന്നു. ആൻഡ് ഇപ്പോഴാണ് അതിനുശേഷം ഒരു പ്രോപ്പർ ലോങ് വീഡിയോ ഞാൻ ചെയ്യുന്നത്. സോ വെൽക്കം ടു മൈ ക്രിസ്മസ് വ്ളോഗ് 2025. ഇന്നത്തെ വിശേഷങ്ങൾ, ടുഡേ ഈസ് 24th of December. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ നിങ്ങൾ കാണുന്നതിന് മുമ്പ് ഇന്നലെ നടന്നിട്ടുണ്ടായിരുന്ന കുറേ സംഭവങ്ങൾ നിങ്ങൾ കാണാനായിട്ടുണ്ട്. സോ അതൊക്കെ കണ്ടതിന് ശേഷം നിങ്ങൾ വരിക. ഐ വിൽ ബി ഹിയർ. ഓക്കെ, ഈ വർഷം കരോൾ വന്നത് December 23-നായിരുന്നു കേട്ടോ. ഞാൻ കുറേ നാളായിട്ട് കാത്തിരിക്കുന്നൊരു സംഭവമായിരുന്നു കരോൾ. കാരണം എനിക്ക് ഈ പ്രാവശ്യമെങ്കിലും കരോളിന് പോകണം എന്ന ആഗ്രഹം ഉണ്ടായിരുന്നു. ആൻഡ് ഫൈനലി 2025 ക്രിസ്മസിൽ അത് സാധിച്ചിരിക്കുകയാണ്. നമ്മൾ ഓരോ വീട്ടിൽ കൂടെ പോകുമ്പോഴും അവിടെ നിന്ന് ഡിഫറെൻറ്റ് ഫുഡ് ഐറ്റംസും കാര്യങ്ങളും കിട്ടുന്നതും അതേപോലെ നമ്മുടെ അവിടുത്തെ ഡെക്കറേഷൻസൊക്കെ കാണാൻ പറ്റുന്നതൊക്കെ രസമുള്ള കാര്യമല്ലേ. സോ ഗൈസ്, വെൽക്കം ബാക്ക് ടു December 24. അപ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ ഡിന്നർ കഴിക്കാൻ പോവാണ്. ചിക്കൻ ഫ്രൈയും പിടിയാണ് കേട്ടോ. കഴിഞ്ഞ വർഷം മുതൽ നമ്മൾ ക്രിസ്മസിൻ്റെ സമയമാകുമ്പോഴത്തേക്കും വൈൻ മേടിക്കും കേട്ടോ. ഐ മീൻ ക്രിസ്മസ് ഡേക്ക്. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു സംഭവമാണ് വൈൻ. ഞാനിങ്ങനെ ക്രിസ്മസിലേക്ക് ലുക്ക് ഫോർവേഡ് ചെയ്യുമ്പോൾ തന്നെ എനിക്ക് ഓർമ്മ വരുന്നൊരു സംഭവം വൈനാണ്. അപ്പോൾ ഈ പ്രാവശ്യം നമ്മൾ വൈൻ മേടിച്ചിട്ടുണ്ട്. എനിക്ക് ഗ്രേപ്പ് വൈനാണ് കേട്ടോ നമ്മൾ ഈ തവണ മേടിച്ചിരിക്കുന്നത്. കഴിഞ്ഞ തവണ എനിക്ക് തോന്നുന്നു, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇത് ക്രാൻബെറിയുടെ വൈനായിരിക്കും നമ്മൾ കഴിഞ്ഞ തവണ മേടിച്ചിട്ടുണ്ടായിരിക്കുക. അപ്പോൾ ഞാനും അച്ഛയും അർജുവും എല്ലാവരും കൂടെ ചേർന്നിട്ടാണ് കേട്ടോ ആ ഒരു കോർക്ക് തുറന്ന് കിട്ടിയത്. ബിക്കോസ് അത് ഭയങ്കര ഒരു അത്രയും എയർ ടൈറ്റ് ആയിട്ടാണല്ലോ അത് ലോക്ക് ചെയ്യുന്നത് പൊതുവേ. അങ്ങനെ കുറേ കഷ്ടപ്പെട്ടിട്ട് ഞങ്ങളത് തുറന്നെടുത്തു. അസാധ്യ ടേസ്റ്റുള്ള വൈനാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. കാരണം കഴിഞ്ഞ വർഷം നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്ന വൈനിൻ്റെ ഒരു ടേസ്റ്റ് ഇപ്പോഴും എൻ്റെ വയലുണ്ടായിരുന്നു. ആൻഡ് അതിൽ നിന്നും ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ടേസ്റ്റായിരുന്നു ഈ ഒരു ഗ്രേപ്പ് വൈൻ ഉണ്ടായിരുന്നത്. ആൻഡ് എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഗൈസ്. അങ്ങനെ ഞാൻ ആ ലൈറ്റിൻ്റെയൊക്കെ സ്ഥലത്ത് വന്ന് നിന്നിട്ട് അവിടെ ഒരു ഭയങ്കര വൈബുണ്ട്. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. സോ അവിടെ നിന്നിട്ടാണ് കേട്ടോ ഞാനിത് കുടിച്ചത്. എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ടു ഗൈസ്. ഐ ലവ്ഡ് ഇറ്റ് റിയലി വെൽ. സോ ഗൈസ്, അങ്ങനെ ഡിന്നറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, വൈനൊക്കെ കുടിച്ചു. അപ്പോൾ ഇപ്പോൾ ഏകദേശം സമയം ഒരു 10:06 എങ്ങാണ്ടൊക്കെ ആയിട്ടുണ്ട്. സോ അങ്ങനെ ഹോപ്പ്ഫുള്ളി ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ളൊരു ഡിന്നറായിരുന്നു ഇന്ന്. ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഇന്ന് വൈകുന്നേരം പിടിയൊക്കെ കഴിക്കാനായിട്ട് പറ്റുമെന്ന്. കുറേ നാളായിട്ട് പിടി കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ആൻഡ് ഐ ഫെൽ സോ ഹാപ്പി. അൺഎക്സ്പെക്റ്റഡ്ലി ആണ് പിടി കഴിക്കാനായിട്ട് പറ്റിയത്. ഒത്തിരി സന്തോഷം. അങ്ങനെ എനിക്കെപ്പോഴും ഞാൻ ലുക്ക് ഫോർവേഡ് എന്നൊരു സമയമാണ് ക്രിസ്മസ് ടൈമിൽ ഇങ്ങനെ വന്നിട്ട് ഈ ക്രിസ്മസ്. ഇപ്പം നമ്മുടെ വീട്ടിൽ മലയാളികളുടെ ഒരു പ്രത്യേകത എന്ന് പറയണത് ഇങ്ങനെ ഇത് കാണാമോ നിങ്ങൾക്ക്? ഈ മാവിനെയും കറിവേപ്പിനെയും ഒക്കെ ക്രിസ്മസ് ട്രീ ആക്കുന്ന ഒരു പരിപാടി നമുക്ക് പുതിയതായിട്ടുള്ളതല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതെനിക്കൊരു രസമുള്ള കാര്യമാണ്. ഇതിൻ്റെ അടിയിൽ വന്നിരിക്കുക, അല്ലെങ്കിൽ ഇവിടെ വന്ന് കുറേ ടൈം സ്പെൻഡ് ചെയ്യണം എന്നെനിക്ക് ആഗ്രഹമുണ്ട്. ബട്ട് മോസ്റ്റ് ഓഫ് ദ ക്രിസ്മസ് ഡേയ്സും കാര്യങ്ങളൊക്കെ നമ്മുടെ എക്സാംസ് കൊണ്ടുപോകും. ബട്ട് ദിസ് ടൈം വെക്കേഷൻസ് കുറച്ച് അധികം ഉള്ളത് കൊണ്ടും എനിക്ക് കുറേ നേരം ഇവിടെ സ്പെൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. എന്നതിൽ ഐ എം സോ ഹാപ്പി, ഐ എം സോ ഗ്രേറ്റ്ഫുൾ. അപ്പോൾ ഇനിയും ജസ്റ്റ് 2 more hours ഫോർ ക്രിസ്മസ്. ആൻഡ് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. നല്ല തണുപ്പ്, നല്ല രസം, ഈ വൈബ്. ഐ ലവ് ദിസ് ക്രിസ്മസ് വൈബ്. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ആൻഡ് വൺ മോർ തിങ് ഞാൻ പറയാൻ വന്നതെന്ന് പറഞ്ഞാൽ, നാളെ നമ്മൾ മൂന്നാർ പോകാനായിട്ട് പോവാണ്. ലൈഫിൽ ഞാൻ ഇതുവരെ മൂന്നാർ പോയിട്ടില്ല. ദാറ്റ്സ് ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റ് എന്നെ സംബന്ധിച്ചിടത്തോളം. കാരണം നിങ്ങൾക്കറിയാം, മൂന്നാർ പോകാത്തവരായിട്ട് ആളുകൾ വളരെ കുറവായിരിക്കും. അതിൽ ഞാനുമുണ്ട്. മൂന്നാർ ഞാൻ പോയിട്ടില്ല. അപ്പോൾ എന്തായാലും ഈ പ്രാവശ്യം ഐ എം ഗോയിങ് ടു മൂന്നാർ. അപ്പോൾ എനിക്ക് എക്സ്പ്ലോർ ചെയ്യണം ഒരുപാട് കാര്യങ്ങൾ. ജസ്റ്റ് നമ്മളൊരു ദിവസം ഒരു 1 day ട്രിപ്പ് പോലെ നമ്മൾ പോയിട്ട് വരുന്നതായിരിക്കും. ആൻഡ് ഇനിയും നമുക്ക്
ഡ്രസ്സ് എടുത്ത് വെക്കാനുണ്ട്, അതുണ്ട്. പിന്നെന്താണ്, പിന്നെ ബാക്കി ക്രിസ്മസ് ആയിട്ട് ബാക്കി എനിക്ക് കേക്ക് കട്ട് ചെയ്യണം. കുറേ വിശേഷങ്ങൾ നിങ്ങൾ കാണാനായിട്ട് പോകുന്നുണ്ട്. ആൻഡ് ഓക്കെ ഗൈസ്, ലുക്കിംഗ് ഫോർവേഡ്. സോ ഗൈസ്, ഇപ്പോൾ ഏകദേശം 11:15 കഴിഞ്ഞു സമയം. അപ്പോൾ ഇനിയിപ്പോൾ കുറച്ച് മിനിറ്റുകളൂടെ മാത്രമാണ് ബാക്കിയുള്ളൂ. ഞാൻ മാത്രമാണ് ഉണർന്നിരിക്കുന്നുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ ഭയങ്കര ലേസി ആയി പോയി. ഓൺലി ബിക്കോസ് ടുമാറോ ഞാൻ പറഞ്ഞു ഓൾറെഡി നമുക്ക് മൂന്നാർ പോകാനുണ്ടെന്ന് രാവിലെ തന്നെ. സോ അവരെല്ലാവരും അവർക്ക് രാത്രി ഇരുന്നിട്ട് രാവിലെ എഴുന്നേക്കാൻ പറ്റുമെന്നൊന്നും അവർക്ക് വിശ്വാസമില്ല. ബട്ട് എനിക്കതൊരു എന്താ പറയുക, എൻ്റെ ഒരു ജീവിതത്തിലെ ഒരു നിത്യ തൊഴിലായി മാറി. ഞാൻ എല്ലാ ദിവസവും അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് എനിക്കതൊരു വിഷയമുള്ള കാര്യമല്ല. സോ എനിക്ക് എന്തായാലും 12 വരെ ഇരിക്കണം. അതുകൊണ്ട് ബിക്കോസ് ഐ കുഡ് കട്ട് ദാറ്റ് കേക്ക് അറ്റ് ദാറ്റ് മൊമെൻറ്റ്, അതിന് വേണ്ടി മാത്രം എനിക്കൊരുപാട് ഇഷ്ടമാണത്. ബിക്കോസ് ദാറ്റ് ഈസ് സംതിങ് വിച്ച് ഐ ലവ്. ക്രിസ്മസ് ആയാലും ന്യൂ ഇയർ ആയാലും. സോ ഞാൻ അതിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇനി നമ്മൾ കാണുന്നത് കേക്ക് കട്ട് ചെയ്യുന്ന സമയത്തായിരിക്കും. ഓക്കെ, മെറി ക്രിസ്മസ് ഗൈസ്. സോ ഗൈസ്, ഇനി നമുക്ക് കേക്ക് വെട്ടാം. ഇതാണ് നമ്മൾ വെട്ടി കണ്ടിക്കാനായിട്ട് പോകുന്നത് നമ്മുടെ കേക്ക്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പ്ലം കേക്കിൻ്റെ വലിയൊരു ഫാനല്ല. ഞാൻ ക്രീം കേക്കൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ പോലും ഇപ്പോൾ എനിക്കൊരു ചെറിയ പീസ് മുറിച്ചാൽ മതിയല്ലോ. അതുകൊണ്ട് നമുക്ക് പ്ലം കേക്ക് മുറിച്ച് തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്തിട്ട് നാളെ നമുക്ക് നമ്മുടെ ക്രീം കേക്ക് മുറിക്കാം. അപ്പോൾ എന്തൊക്കെയാണ്, തീപ്പെട്ടി വെച്ചത് ഒന്നാമത് കത്തുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ എന്ത് കാണിച്ചതെന്ന് എനിക്ക് തന്നെ മനസ്സിലായില്ല കേട്ടോ ഗൈസ്. ചെറിയ സാങ്കേതിക വിദ്യ തകരാറുകൾ ഉണ്ടായിരുന്നതുകൊണ്ട് കുറച്ച് താമസം വന്നെങ്കിലും 12:30 തന്നെ നമ്മൾ കേക്ക് മുറിച്ചു കേട്ടോ. Merry Christmas guys. പാദയാത്ര കഴിഞ്ഞു. എനിക്കിനി ഇവിടെ ഇങ്ങനെ തിന്നുകൊണ്ട് നിന്നാൽ മാത്രം പോരാ, ഇതൊക്കെ എടുത്ത് വെക്കേണ്ടതും ഞാനാണ്. കാരണം പുറത്തുനിന്ന് ആരും വരത്തില്ലല്ലോ. അതുകൊണ്ട് മെഴുകുതിരിയൊക്കെ അണച്ച് ഇതെല്ലാം കൊണ്ട് കളഞ്ഞ് പെട്ടിയൊക്കെ എടുത്ത് കേക്കൊക്കെ എടുത്ത് ബാക്കിയുള്ളവർക്കും കൂടെ കൊടുക്കാൻ വേണ്ടി സൂക്ഷിച്ച് വെക്കട്ടെ ഗൈസ്. ഞാനൊരു നല്ല കുട്ടി ആയതുകൊണ്ട് തന്നെ പല്ല് തേക്കാണ്ട് എനിക്ക് ഉറക്കം വരില്ല. പല്ല് തേച്ചിട്ട് ഞാൻ കിടക്കാനായിട്ട് പോവാണ്. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. ഇന്നത്തെ വിശേഷങ്ങളല്ല കേട്ടോ, ആക്ച്വലി ഇന്നത്തെ വിശേഷങ്ങൾ ഞാൻ തുടങ്ങാനായിട്ട് പോകുന്നതേ ഉള്ളൂ. അങ്ങനെ നമ്മുടെ ക്രിസ്മസ് ഡേയിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. 24-ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന വ്ളോഗായിരുന്നു. ആൻഡ് നൗ ഇറ്റ്സ് 25. എനിക്ക് ഉറങ്ങേണ്ട സമയം അതിക്രമിച്ചു. സമയം ഓൾറെഡി 12:30 ആയിട്ടുണ്ട്. എത്ര മണിക്കൂർ? കഷ്ടി 5 മണിക്കൂറാണുള്ളൂ. ഐ ഹാവ് ടു വേക്ക് അപ്പ് ബൈ 5:30. സോ ലെറ്റ് മീ ഗോ സ്ലീപ്പ്. ഓക്കെ ഗൈസ്, സി യു സൂൺ ഇൻ മൈ നെക്സ്റ്റ്. അല്ല അങ്ങനെയല്ല, സി യു സൂൺ, ഉടനെ തന്നെ കാണുന്നതായിരിക്കും. എന്തൊക്കെയാണ് പറയുന്നത്, കുറച്ച് നേരം കഴിയുമ്പോൾ നമ്മൾ കാണും. ഓക്കെ, കുറച്ച് മണിക്കൂറുകളിൽ നമ്മൾ കാണുന്നതായിരിക്കും. വൺസ് അഗെയിൻ വെരി മെറി ക്രിസ്മസ് ടു ഈച്ച് ആൻഡ് എവ്രി വൺ വാച്ചിങ് ദിസ് വ്ളോഗ്. എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ക്രിസ്മസ് ആശംസകൾ. ഓക്കെ, നമുക്ക് രാവിലെ കാണാം. ഓക്കെ ഗൈസ്, ഗുഡ് നൈറ്റ്. സോ ഗൈസ്, ഗുഡ് മോർണിംഗ് ആൻഡ് വൺസ് അഗെയിൻ മെറി ക്രിസ്മസ്. അങ്ങനെ ഞാൻ കുളിച്ച് തയ്യാറായി വന്നിരിക്കുകയാണ് ഗൈസ്. ഓക്കെ, സോ ഗൈസ്, അങ്ങനെ നമ്മൾ പോകാനായിട്ട് പോവാണ്. നമ്മൾ ഇറങ്ങുകയാണ്. ഇപ്പോൾ സമയം ഏകദേശം 8 മണിയായിട്ടുണ്ട്. നമ്മൾ പറഞ്ഞതിനേക്കാളും ഏകദേശം 1 മണിക്കൂർ ഡിലേ ആയിട്ടാണ് ഇറങ്ങുന്നത്. ഓക്കെ, ഓണവർ വേ ഞങ്ങൾ നോക്കിയപ്പോൾ സാന്റ എല്ലാവർക്കും ഗിഫ്റ്റ് കൊടുത്ത് തളർന്ന് അടിച്ച് കിണ്ടിയായിട്ട് ആ കസേര കിടക്കുന്നത് കണ്ടു ഗൈസ്. ആ ദാരുണമായ കാഴ്ച കണ്ടുകൊണ്ടാണ് ഞങ്ങളുടെ യാത്ര പുരോഗമിച്ചത്. ലരച്ച് നിന്നെ ദോശ ചുട്ടോളാം. ആ
സോ ഇടയ്ക്ക് വെച്ച് ദാഹിച്ച് വലഞ്ഞതുകൊണ്ട് തന്നെ കരിക്ക് കുടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. കഴിഞ്ഞടാ. കണ്ടു ആകപ്പൂവിൻ കുട, കണ്ടു മണിയിലങ്ങി തറകളും, മാനോടുന്നുണ്ടേ തേൻ കൂടുമുണ്ടേ, കിളികൾ പലതുണ്ടേ. സോ ഗൈസ്, അപ്പോൾ നമ്മൾ ഒരു റാൻഡം സ്റ്റോപ്പിൽ ഇറങ്ങിയിരിക്കുകയാണ്. ഐ തിങ്ക് ദിസ് ഇസ് അടിമാലി. ആൻഡ് നമ്മുടെ കുറേ എന്താ പറയുക കുരങ്ങന്മാരൊക്കെ ഉണ്ട് ഇവിടെ. ആൻഡ് ഐ സോ വൺ സ്മോൾ വെള്ളച്ചാട്ടം. ഇത് അടിമാലി അല്ലേ? ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളിനി ഓൺ ദ വേ നമ്മൾ പിന്നെയും കാണുന്നതായിരിക്കും. കാറ്റിൻ വീറും കണ്ടേ ഇരുളുലാത്തും വഴികളും, കോടമഞ്ഞുണ്ടേ പൂമനുമുണ്ടേ തുടലി മുള്ളുണ്ടേ. കണ്ടതുമല്ല കേട്ടതല്ല കാണാൻ ഭംഗികൾ, ചിറകുള്ള ഭാരത്തു കോരിയുള്ള വായാടി പക്ഷിക്കൂട്ടം വന്നു പോയി, പാടുന്നു കാണാനായി കൂടുന്നു കൂട്ടാനായി, ആകാശപ്പുഴ നീന്തി കുതിച്ചു നിങ്ങൾക്കിത് കാണാമോ? ഇവിടെ നല്ല തണുത്ത കാറ്റുണ്ട്, ഈവൻ തോ നല്ല വെയിലുണ്ടെങ്കിൽ പോലും. ഐ ഹോപ്പ് യു ക്യാൻ സീ ദിസ്. Come on, guys. Come on guys, ഇപ്പോൾ നമ്മൾ റാൻഡം ഫോട്ടോസ്. തേയിലയുടെ മണമുണ്ടോ? അത് തേയിലായിട്ട് ഒരു ബന്ധമില്ലെന്ന് തോന്നുന്നു. സീ ഗൈസ്, അവിടെ ടീ ആൻഡ് സ്കൈ റൂംസ് കോഫി ഷോപ്പ് അവിടെ ഉണ്ട്. മേ ബി അത് ഈ പ്ലാന്റേഷനിലെ സംഭവങ്ങളൊക്കെ വെച്ചിട്ടായിരിക്കാം. ഐ ഗെസ്. ഓക്കെ, സോ നമ്മൾ കുറേ കാര്യങ്ങൾ നമ്മൾ ക്യാപ്ചർ ചെയ്യാനൊക്കെ നമുക്ക് സാധിച്ചു ഫ്രം ദിസ്. ആൻഡ് ഐ നോ നിങ്ങൾ മെജോറിറ്റി ഓഫ് ദ ആളുകൾ വന്നിട്ടുള്ളൊരു സ്ഥലമായിരിക്കും ഇത്. ആൻഡ് ഇനിയും ഞാൻ ലുക്ക് ഫോർവേഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ദ തിങ് വിച്ച് ഐ വാസ് വെയിറ്റിംഗ് ഫോർ, ഒരിക്കലും ഇവിടെ നിന്ന് കിട്ടുമെന്ന് വിചാരിച്ചല്ല. ദാറ്റ് ഈസ് സംതിങ്. എന്താണ്, ഡ്രോൺ ഷോട്ടാണ്. അതും കൂടെ കിട്ടിയാൽ ദാറ്റ് വിൽ ബി ഫൈൻ. ഇവിടെ ശരിക്കും പറഞ്ഞാൽ വെയിൽ നല്ലോണം ഉണ്ട്. ഉച്ചയാണെങ്കിൽ പോലും നല്ല രീതിയിൽ തണുപ്പുള്ളൊരു ഇതായതുകൊണ്ട് നമുക്ക് ചൂടിൻ്റെ ബുദ്ധിമുട്ട് നമുക്ക് തോന്നത്തില്ല. വെയിലിൻ്റെ ബുദ്ധിമുട്ട് ചൂടായിട്ട് നമുക്ക് അനുഭവപ്പെടില്ല. കണ്ടു മലനിര, കണ്ടു താഴ്വര, മാമരം കണ്ടേ ചോല
സോ അത് കഴിഞ്ഞ് നമ്മൾ ചോക്ലേറ്റ് ഫാക്ടറിയിൽ ചോക്ലേറ്റ് കഴിക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ബട്ട് വില കൂടുതലായതുകൊണ്ട് ഐസ്ക്രീം മേടിച്ച് നമ്മൾ അവിടെ നിന്ന് മടങ്ങി. അതിനുശേഷം നമ്മൾ ഫുഡ് കഴിക്കേണ്ട ടൈമായി. ഏകദേശം 2-2:30 ആയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് നമ്മൾ അവിടെ ഉണ്ടായിരുന്നൊരു എന്താ പറയുക, ഒരു നൈസ് ഹോട്ടലിൽ ഫുഡ് വന്നിട്ട് ഫ്രൈഡ് റൈസും അതേപോലെ ചില്ലി ചിക്കനും ആയിരുന്നു. ആൻഡ് എനിക്ക് ഇഷ്ടപ്പെട്ടു, കുഴപ്പമുണ്ടായിരുന്നില്ല, നൈസ്. കാര്യം പുറത്ത് അത്യാവശ്യം തണുപ്പുണ്ടെങ്കിലും വണ്ടിയുടെ അകത്തൊക്കെ നല്ല ചൂടാണ് കേട്ടോ. അതാണ് നമ്മൾ വിൻഡോ തുറന്നിട്ട് പോകുന്നത്. അത് കഴിഞ്ഞ് പോപ്പറ്റ് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഒരു ഔട്ട്ലെറ്റ് ഉണ്ടായിരുന്നു ഐസ്ക്രീം. അത് കഴിക്കാൻ വേണ്ടി ഞങ്ങൾ വന്നു, കസാട്ട കഴിച്ചു. സോ ഗൈസ്, എ ഡേ വെൽ സ്പെൻഡ്. അങ്ങനെ ഞങ്ങൾ നമ്മുടെ മൂന്നാറിൻ്റെ ട്രിപ്പൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇനിയും ബാക്കിയുള്ള വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അതിന് ശേഷം. ഓക്കെ, സോ ഗൈസ്, ഇതാണ് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നത് നമ്മുടെ ക്രിസ്മസ് കേക്ക്. അത് നമുക്കിനി മുറിക്കേണ്ട ടൈം ആയിരിക്കുകയാണ്. ഓക്കെ ഗൈസ്, കമോൺ. സോ ഗൈസ്, അങ്ങനെ 2025 ക്രിസ്മസ് ഇതാ ഇവിടെ അവസാനിക്കുകയാണ്. ഏതാനും മണിക്കൂറുകൾ കൂടിയാണ് ഈ ദിവസം തീരാനായിട്ട് ഇനി ബാക്കിയുള്ളൂ. ഐ ഹോപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ നല്ലൊരു ക്രിസ്മസ് ഉണ്ടായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് തോന്നുന്നു എന്താ പറയുക, ഈ ഒരു വർഷം അല്ലെങ്കിൽ ഈ ഒരു ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്പെഷ്യലായിരുന്നു. കാരണം 25/12/25 എന്ന് പറയുന്നൊരു ഡേറ്റ് പോലും 100 ഇയേഴ്സിൽ ഒരു തവണ മാത്രം വരുന്നതാണ്. ഒരു ജനറേഷനിൽ ഒരു തവണയാണ്. സോ ഇനി നമ്മളൊക്കെ അത് എക്സ്പീരിയൻസ് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളത് അറിയത്തില്ല. സോ അത് ഭയങ്കര ഒരു സംഭവമാണ്. അത് ചെയ്യാനായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ നമുക്ക് എല്ലാവർക്കും സാധിച്ചു. അതിനുള്ള ഭാഗ്യം നമുക്ക് ദൈവം തന്നു. ഒത്തിരി സന്തോഷം. അപ്പോൾ ഇനിയും ഒരാഴ്ച കൂടി മാത്രമാണ് 2025 എന്നുള്ള ഈ ഒരു വർഷത്തിൽ പോലും ബാക്കിയായിട്ടുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ആ ഒരു ലാസ്റ്റ് പാർട്ട് ഓഫ് 2025, ലാസ്റ്റ് വീക്ക് ഓഫ് 2025 കൂടി നന്നായിരിക്കട്ടെ എന്ന് ഞാൻ ഈ ഒരു നിമിഷം പ്രാർത്ഥിക്കുകയാണ്. പിന്നെന്താ, ഇപ്പോഴും ദൈവത്തിൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന്. ആൻഡ് പിന്നെ ഒരു കാര്യം കൂടി, ഈ ദിസ് ഇയർ വാസ് സോ മെമ്മറബിൾ. അത് പറയാണ്ടിരിക്കാനായിട്ട് പറ്റത്തില്ല. ക്രിസ്മസിൻ്റെ കാര്യം ഞാൻ പറയാം. അതായത് നമ്മുടെ കേക്ക് കട്ടിങ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ വൈൻ കുടിക്കാൻ പറ്റിയത്, അതൊക്കെ കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നെങ്കിൽ പോലും ഈ വർഷത്തെ സംതിങ് സ്പെഷ്യലായിരുന്നു. പിന്നെ മൂന്നാർ പോകാൻ പറ്റി. സോ ദാറ്റ് ഈസ് റിയലി സംതിങ് ഗ്രേറ്റ്. ഈ ഒരു ക്രിസ്മസിലേക്ക് ഞാൻ ഇനിയും whenever I look back, എനിക്ക് ഒരുപാട് നല്ല ഓർമ്മകൾ ഉണ്ടായിരുന്നൊരു ക്രിസ്മസ് ആണ് ഇപ്പോൾ കടന്നു പോകുന്നത്. സോ ഐ വിൽ ഡെഫിനറ്റ്ലി ഞാൻ ചെറിഷ് ചെയ്യാൻ പോകുന്ന ഒത്തിരി മെമ്മറീസ് ഈ വർഷം ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, ആൻഡ് ഫോർ എവർ ഗ്രേറ്റ്ഫുൾ ഫോർ ഓൾ ദോസ് അമേസിങ് മെമ്മറീസ്. അപ്പോൾ അടുത്ത വ്ലോഗിൽ കാണുന്നത് വരേക്കും, ദിസ് ഇസ് മീ അശ്വിൻ സൈജു സൈനിങ് ഓഫ്. ഡോണ്ട് ഫോർഗെറ്റ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ യൂട്യൂബ് ചാനൽ. ബെൽ ഐക്കൺ എനേബിൾ ചെയ്യാൻ മറക്കരുത്. അടുത്ത വ്ലോഗിൽ കാണുന്നവരേക്കും ബൈ.